ഞാൻ ഓൾറെഡി ഞെട്ടിയിരിക്കുന്നു പറഞ്ഞത്. ഞാൻ ഓൾറെഡി ഞെട്ടിയിരിക്കുന്നു പറഞ്ഞു. ഒരു 7 മാസം മുമ്പേ ഇത് ഞാൻ കണ്ടപ്പോഴേ ഞെട്ടിയിരുന്നു. പക്ഷെ ഇന്ന് ഇവിടെ കാണുമ്പോൾ വീണ്ടും കണ്ട സീൻസ് കണ്ട് ഞെട്ടുന്നത് ആ ഓഡിയൻസിന്റെ റിയാക്ഷൻ കാണുമ്പോഴാണ്. സ്പെഷ്യലി ആ കാട്ടിലെ അടി, അതെല്ലാവരും വെയിറ്റ് ചെയ്തിരുന്ന ഒരു അടിയായിരുന്നു. ആ അടിയിൽ വളരെ വളരെ ആലോചിച്ചിട്ടാണ് അതിന്റെ ട്രീറ്റ്മെന്റ് എന്താണെന്ന് തീരുമാനിച്ചത്. ആ ട്രീറ്റ്മെന്റ് ഇവിടെ ഏറ്റു എന്ന് അറിഞ്ഞപ്പോൾ സന്തോഷം തോന്നി. എല്ലാ കാര്യത്തിലും അന്വർത്ഥമായിരിക്കുകയാണ്. ഒരു ദീപക് ദേവ് 2.0 എന്നുള്ള രീതി തന്നെ രാജോട്ടൻ പറഞ്ഞതിന് അന്വർത്ഥമായിട്ട് എനിക്ക് ഏറ്റവും വലിയ സന്തോഷം ദീപക് ദേവിന്റെ സ്റ്റൈലിൽ തന്നെ വിട്ടു. വേറൊരു സ്റ്റൈലും ഇപ്പൊ ട്രെൻഡ് വേറെ ആണെങ്കിലും അതിന്റെ ഒപ്പം പോവാതെ എന്റെ സ്റ്റൈലിൽ തന്നെ വർക്ക് ചെയ്യണമെന്ന് അദ്ദേഹം നിർബന്ധം പിടിച്ചുകൊണ്ടാണ് എനിക്കിത് തെളിയിക്കാൻ പറ്റിയത്. അതിന് പൃഥ്വിനോടാണ് എല്ലാ ക്രെഡിറ്റും. ലൂസിഫർ 3 എക്സൈറ്റ്മെന്റ് ഡെഫിനറ്റ്ലി ഉണ്ട്. എമ്പുരാനിലുള്ള എക്സൈറ്റ്മെന്റ് തന്നെയാണ് അടുത്ത പടത്തിലുള്ളത്. അടുത്ത പടത്തിന്റെ പേര് ഈ പടത്തിന്റെ അവസാനത്തെ പാട്ടിലുണ്ട്. ലൂസിഫറിന്റെ അവസാനത്തെ പാട്ടിലായിരുന്നു എമ്പുരാന്റെ പേര്. അതേപോലെ എമ്പുരാന്റെ അവസാനത്തെ പാട്ട് അസ്രയേൽ, അതാണ് അടുത്ത പടത്തിലെ പേര്. അപ്പൊ ഇനി അസ്രയേലിന് കാണാം.